ജില്ലാ ആശുപത്രിയിൽ 1.5 മാസം സൂക്ഷിച്ച മൃതദേഹം ഏറ്റുവാങ്ങിയ ബന്ധുക്കൾ. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് കായംകുളം സ്വദേശി ബാബുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ബാബു ഫോൺ ഉപയോഗിക്കാത്തതിനാൽ 1.5 വർഷമായി വീട്ടുകാരുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇപ്പോൾ ആരൊക്കെയാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ അവിടെ എത്തിയിരിക്കുന്നത്? ശ്യാമിലി, ബാബുവിന്റെ സഹോദരനും സഹോദരന്റെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകളാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി അല്പസമയം മുമ്പ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹം ഏതായാലും കായംകുളത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കണ്ണൂർ പയ്യാമ്പലത്തെ ശ്മശാനത്തിലാണ്, പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹം പയ്യാമ്പലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 7-ാം തീയതിയായിരുന്നു ബാബു ആയിക്കര ഹാർബറിൽ ജീവനൊടുക്കുന്നത്. പിന്നീട് പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചു. പക്ഷേ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും പോലീസും തമ്മിലൊരു അഭിപ്രായ ഭിന്നത കൂടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നലെ ഇത്തരത്തിൽ ബന്ധുക്കൾ ബാബുവിനെ തേടി എത്തിയിട്ടില്ല എന്നൊരു വിവരം നമ്മൾ ഇന്നലെ വാർത്തയായി നൽകുന്നത്. ആ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം തന്നെ കായംകുളത്ത് നിന്നുള്ള ബാബുവിന്റെ ബന്ധുക്കൾ കണ്ണൂരിൽ ഉണ്ടായിരുന്ന മറ്റൊരു സഹോദരന്റെ മക്കളെ ഫോണിൽ ബന്ധപ്പെടുകയും ഇങ്ങനൊരു വാർത്തയുണ്ട്, അതുകൊണ്ട് അതൊന്ന് പോയി ബാബു ആണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അവർ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുകയും മൃതദേഹം ബാബുവിൻ്റേത് തന്നെയെന്ന് തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. പിന്നാലെ കായംകുളത്ത് നിന്നുള്ള ബന്ധുക്കളും കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. ഇന്ന് രാവിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാബുവിന് നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാലിന് കീഴ്പോട്ട് തളർച്ച വന്നതിനെ തുടർന്ന് ബന്ധുക്കൾ ബാബുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. അത് ഏകദേശം 2 വർഷം മുമ്പാണ്. അതിനുശേഷം ഒരു 1.5 വർഷത്തോളമായി ബാബു വീടുമായി ഒരു ബന്ധവുമില്ലാതെ കണ്ണൂരിലേക്ക് എത്തി ആയിക്കരയിൽ മത്സ്യബന്ധന തൊഴിലുമായി ജീവിക്കുകയായിരുന്നു. ഈ കായംകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിറ്റിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഒരു വിധത്തിലുള്ള സൗകര്യവും ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പലതവണ അന്വേഷിച്ചു ബന്ധുക്കൾ, പക്ഷേ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇവിടെ ഉള്ള ചില കോണ്ടാക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഇവർ ബാബു ആണോ എന്നൊരു സംശയത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നതും അത് ബാബുവിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിയുന്നതും. ഏതായാലും ഇനിയിപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലല്ല എന്നതുകൊണ്ട് തന്നെ പയ്യാമ്പലത്ത് തന്നെ സംസ്കരിക്കാനുള്ള തീരുമാനം അവർ എടുക്കുകയായിരുന്നു. അല്പസമയത്തിനകം പയ്യാമ്പലം ശ്മശാനത്തിൽ ബാബുവിന്റെ മൃതദേഹം സംസ്കരിക്കും. ശരി.